ഒരു 6-6:30 മണിയൊക്കെ കാണും കേട്ടോ. വല്ലാത്തൊരു പുതിയ അട കഴിക്കാനായിട്ട്. അപ്പോൾ നോക്കുമ്പം അതിന് വേണ്ട സാമഗ്രികളൊന്നും നമ്മളെ കയ്യിലില്ല. അങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി വന്നപ്പോഴേക്കും അത് ഉണ്ടാക്കാനുള്ള എനർജി അങ്ങോട്ട് പോയി, ക്ഷീണമായി പോയിടും. അപ്പോൾ പിന്നെ നമ്മൾ അടുത്ത ദിവസം രാവിലെയാണ് ഈ അട ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അരിപ്പൊടിയൊക്കെ എടുത്തിട്ട് അതിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വെള്ളമൊക്കെ ചേർത്ത് ഉപ്പും ചേർത്ത് സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ, കുറച്ച് ശർക്കര ഇങ്ങനെ പൊടിച്ചതൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് കായികാധ്വാനം കുറഞ്ഞു കിട്ടും കേട്ടോ. ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരു ആർഭാടത്തിന് വേണമെങ്കിൽ കുറച്ച് കാഷ്യൂ നട്ട്സൊക്കെ ചേർക്കാം. എനിക്ക് അങ്ങനെ ആർഭാടങ്ങളൊന്നും ഇഷ്ടമല്ല, നിങ്ങൾക്കറിയാലോ, അതുകൊണ്ട് ഞാൻ ചേർത്തില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ പിടിക്കേണ്ടത് കേട്ടോ, ഈ ഒരു അരിപ്പൊടിയുടെ പേസ്റ്റിനെ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ ആക്കി കൊടുത്ത് ഇലയുടെ ആക്കി, ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ, ഇതുപോലെ ഞങ്ങൾ വെച്ച് കൊടുക്കുക. അപ്പോൾ ഓരോ ഇലയിലും നമ്മുടെ ഒരു അരിയുടെ പേസ്റ്റ് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ തേങ്ങയും ശർക്കരയും കൂടെ ഉള്ള ഒരു കൂട്ട് വെച്ച് കൊടുത്തിട്ട് ഈ ഇല എങ്ങനെ അങ്ങോട്ട് മടക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് വേറെ ഒരു കൺഫ്യൂഷനും ഇല്ല. അങ്ങോട്ട് മടക്കുക, ഇതിലേക്ക് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക, ആവി അങ്ങോട്ട് കയറ്റിയെടുക്കുക ഒരു ഇഡ്ഡലി തട്ടിൽ കേട്ടോ. നമ്മൾ സാധാരണ ഒതുങ്ങി മടങ്ങി പാവം വിനയഗുനയന്മാരായ അടകളല്ലേ കഴിക്കാറ്. ഇത് നല്ല അഭിമാനത്തോടു കൂടി നെഞ്ചും പിരിച്ചിങ്ങനെ തുറന്നിരിക്കുന്ന അടകളാണ് ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ മടക്കിയൊക്കെ കഴിക്കണമെങ്കിൽ ഇതുപോലെ അങ്ങോട്ട് മടക്കിയെടുക്കണം. ഒരു പ്രശ്നമില്ല, വളരെ ഫ്ലെക്സിബിളാണ് കേട്ടോ. അട മാത്രമല്ല, ചായയോ കാപ്പിയോ ഉണ്ടെങ്കിൽ അതും കൂടെ അതിൻ്റെ കൂടെ കഴിക്കാം. വേറൊരു കാര്യമുണ്ട്, ഇത് രണ്ടും കൂടെ അങ്ങോട്ട് കഴിക്കുമ്പോഴേ ഇനിയിപ്പോൾ ചായയിൽ എത്ര പഞ്ചസാര ഇട്ടുണ്ടെങ്കിലും ആ അടയ്ക്കകത്ത് ഒളിച്ചിരിപ്പുള്ള മധുരമുള്ളിടത്തോളം കാലം ചായയുടെ മധുരം നമ്മൾ അറിയില്ല കേട്ടോ.